ഹായ് ഓൾ, എല്ലാവർക്കും ഗ്രോ മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങൾ ക്രോക്കഡോയിലിനെ കണ്ടിട്ടുണ്ടോ? ക്രോക്കഡോയിലിനെ കണ്ടിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പുള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കും, അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ സർവൈവ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് മാക്സിമം സമയം നിൽക്കും. ഒരൊറ്റ നല്ല ഇരയനെ ഭക്ഷിച്ചതിന് ശേഷം ഒത്തിരി നാളുകൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും വിശക്കുന്നത് വരെ അദ്ദേഹം വെയിറ്റ് ചെയ്യും. വലിയ ഇരയനെയാണ് പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. നല്ല ഒരു വലിയ ഇരയനെ കിട്ടുന്നത് വരെയും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അല്ലാതെ എപ്പോഴും എന്തെങ്കിലും കഴിക്കണം, എപ്പോഴും എന്തെങ്കിലും ജീവനെ പിടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലല്ല, വളരെ വാച്ച് ചെയ്ത് പതുങ്ങിയിരുന്ന് ഒരു വലിയ ഇരയനെ പിടിക്കുന്ന രീതിയാണ് ക്രോക്കഡോയിൽ അവലംബിക്കുന്നത്. അതേ രീതി തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിലും അവലംബിക്കേണ്ടത്. അതുപോലെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ക്രോക്കഡോയിൽ സ്ട്രാറ്റജി. സോ നിങ്ങൾ ഗ്രോ മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഐ ബട്ടണിൽ പോവുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ക്രോക്കഡോയിൽ സ്ട്രാറ്റജി, ഈ ഒരു സ്ട്രാറ്റജി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. പല ആളുകളും എപ്പോഴും മാർക്കറ്റിൽ വന്ന് എപ്പോഴും ട്രേഡ് ചെയ്യണം, ഒരു ട്രേഡ് കിട്ടണം, ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ട്രേഡ് ചെയ്യണം എന്ന് കരുതി ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ അൺവാണ്ടഡ് ട്രേഡ്സിലോട്ട്, റോങ് ട്രേഡിലോട്ട് എൻട്രീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ലോസ് വരും. നമ്മൾ നല്ല ട്രേഡും പിടിക്കും, അതിൻ്റെ കൂടെ കുറേ ലോസ് ട്രേഡും പിടിക്കും. എന്നാൽ വളരെ സാവകാശം വെയിറ്റ് ചെയ്ത് എല്ലാ കണ്ടീഷൻസും പെർഫെക്റ്റ് ആയിട്ട് വന്ന് ഒരു നല്ല ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു റാലി മൊത്തമായിട്ടൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു നല്ല റാലി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിശ്രമിക്കുക. വീണ്ടും അതുപോലുള്ള എല്ലാ കണ്ടീഷൻസും ഒത്തുവരുമ്പോൾ വീണ്ടും ഒരു ട്രേഡ് ചെയ്യുക. ഒരു മാസം 1-2 ട്രേഡ് ചെയ്തതിൽ നിന്ന് തന്നെ നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഒക്കെ ഈ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഡിക്കേറ്ററാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അലിഗേറ്റർ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരു മൂവിങ് ആവറേജ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ 3 മൂവിങ് ആവറേജ് ഒക്കെ ഒന്നിച്ച് ചാർട്ടിലിടുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരു ക്രോക്കഡോയിൽ ഇങ്ങനെ വായ തുറക്കുന്നത് പോലെ ഇങ്ങനെ എക്സ്പാൻഡ് ആകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ക്രോക്കഡോയിൽ വായ അടയ്ക്കുന്ന പോലെ തന്നെ ഈ ഒരു 3 ലൈൻസ് കൺവെർജൻ ആവുന്ന, അത് കൂട്ടിച്ചേരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഈ അലിഗേറ്റർ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ്സ് എടുക്കാം എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് പറയുന്നതാണ്. ഇത് ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇൻട്രാഡേയിലോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ വലിയ ടൈം ഫ്രെയിമുകളിലും മന്ത്ലി ടൈം ഫ്രെയിമുകളിലും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമുകളിലും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലോട്ട് പോകാം. നമ്മൾ നേരെ നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിൽ വന്നിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ ഓൾറെഡി നമുക്കറിയാം. ഇൻഡിക്കേറ്ററിൽ നമ്മൾ അലിഗേറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. അലിഗേറ്റർ ALLI, അതായത് വില്യം അലിഗേറ്റർ എന്നാണ് കാണിക്കുക. ഈ ഒരു അലിഗേറ്റർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് വില്യംസ് അലിഗേറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ നമ്മുടെ ചാർട്ടിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡാകുകയാണ്. ഇൻഡിക്കേറ്ററിന് 3 ലൈൻസ് ആണ് ഉള്ളത്. നമ്മുടെ മൂവിങ് ആവറേജ് പോലെ തന്നെ ഒരു 3 ലൈൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. സ്റ്റൈലിൽ ജോ, ടീത്ത്, ലിപ്പ്, ഒരു മൗത്ത്, നമ്മുടെ മൗത്തിൻ്റെ 3 കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ക്രോക്കഡോയിൽ എങ്ങനെയാണോ ഒരു ഇരേനെ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഈ ഒരു അപ് ട്രെൻഡിൽ എന്താ സംഭവിക്കുന്നത്, ഏറ്റവും ഗ്രീൻ ലൈൻ മറ്റ് 2 ലൈനുകളെയും ക്രോസ് ഓവർ ചെയ്ത് മുകളിൽ വരുന്നു, എന്നിട്ട് അതിൻ്റെ വായ ഇങ്ങനെ ഫുള്ളായിട്ട് തുറക്കുന്നു. ഇതിങ്ങനെ എക്സ്പാൻഡ് ആകുന്നു. എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെ ട്രേഡ് കൈപ്പിടിക്കാൻ പറ്റുന്നു, ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ഈ റെഡിനെ തിരിച്ച് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെയർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ട്രേഡ് കൈപ്പിടിച്ച് മികച്ച പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ട്രെൻഡി മാർക്കറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും പോയിട്ട്
ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കരുത്. എപ്പോഴാണോ ഇതിൻ്റെ ഒരു മൗത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നത്, മൗത്ത് ഓപ്പണായി വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യണം. എന്നിട്ട് മൗത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ട്രെൻഡ് നോക്കൂ. ലാസ്റ്റ് ട്രെൻഡ് ഇവിടെ മൗത്ത് ഓപ്പണായി വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ മൗത്ത് ഓപ്പൺ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴും മൗത്ത് ഓപ്പണാണ്. നമുക്ക് മാക്സിമൈസ് ചെയ്ത് നമുക്ക് വലിയ പ്രോഫിറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡെയിലി ടൈം ഫ്രെയിമിൽ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ ഈ ഗ്രീൻ ലൈൻ മറ്റ് 2 ലൈൻസിനെയും ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി ട്രൈ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രീൻ ലൈൻ റിവേഴ്സലായി മറ്റ് 2 ലൈൻസുമായിട്ട് കൺവേർജ് ആകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക. ഇത് ചെറിയ ടൈം ഫ്രെയിമുകളിൽ ഒട്ടും തന്നെ വർക്ക് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ 50 മിനിറ്റ്സിലൊക്കെ ഇട്ട് ഇത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. വലിയ ട്രെൻഡിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് കൂടുതൽ ഫാൾസ് സിഗ്നൽസ് വരാനായിട്ട് തോന്നും. നിങ്ങൾ വലിയ ടൈം ഫ്രെയിം, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കൂ. ടാറ്റ മോട്ടോഴ്സിൽ 15 മിനിറ്റിൽ നമുക്ക് ഒരു ക്ലാരിറ്റിയും ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴോ നമുക്ക് ഒരു വലിയ ട്രെൻഡുകൾ പലപ്പോഴും ഈ സൈഡ് വേസ് മാർക്കറ്റിലൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. വലിയ ട്രെൻഡുകൾ പിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ഇൻഡിക്കേറ്റർ. സൂപ്പറായിട്ട് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്ത്. അപ്പോൾ ഒരു മൗത്ത് മാക്സിമം ആകുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് വലിയ ടാർഗറ്റ്സിലോട്ട് ഈ ഒരു ട്രേഡ് കൈപ്പിടിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഏറ്റവും വലിയ. നമ്മൾ ഈ ഡെയിലിക്ക് പകരം മന്ത്ലി നോക്കുകയാണെങ്കിലോ കുറച്ചുകൂടി മികച്ച റിസൾട്ടാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിലൊക്കെ നമുക്ക് തകർപ്പൻ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയും ഇതുവരെയും ആ ഒരു സ്റ്റോക്കിനെ കൈപ്പിടിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഒരു മൗത്ത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് കൈപ്പിടിക്കുകയും മൗത്ത് ക്ലോസ് ആകുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂപ്പർ ഡൂപ്പർ ഇൻഡിക്കേറ്ററാണ് ആലിഗേറ്റർ ഇൻഡിക്കേറ്റർ. ഇത് വെച്ചുകൊണ്ട് ഇൻട്രാഡേ ഷോർട്ട് ടൈം ഒന്നും ട്രൈ ചെയ്യരുത്. എപ്പോഴും ലോങ് ടൈം പൊസിഷൻസും മിനിമം ഒരു സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇനി മുതൽ ഒരു ക്രോക്കഡോയിൽ സ്ട്രാറ്റജി പരീക്ഷിച്ച് നോക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജിക്കും ഈ ഒരു മെത്തേഡിനും സാധിക്കും. അപ്പോൾ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.